അല്ല എന്താ പരിപാടി? എന്താ പരിപാടി? കാട് വെട്ടാന്ന് പറഞ്ഞാല് നമ്മള് വീടെടുക്കുന്ന സ്ഥലമാണുള്ളത്, വീടെടുക്കാൻ ഉദ്ദേശിച്ച സ്ഥലം. അപ്പോൾ അതിങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുമ്പോൾ ഒരു ഇടങ്ങാറാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കുക. അപ്പോൾ മഴയായപ്പോൾ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് വളർന്നിരിക്കുക. അപ്പോൾ ഇതൊന്ന് വെട്ടി ഒതുക്കുക, അത്രേ ഉള്ളൂ. അല്ല, പെര വെച്ച് താമസം തുടങ്ങിയ ഗവൺമെന്റിന് പൈസ കൊടുക്കണം? കൊടുക്കണം. അഥവാ 10 ലക്ഷം രൂപ നിർമ്മാണ ചെലവുള്ള വീടിന് 1% കൊടുക്കണം. അഥവാ 10 ലക്ഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ 1% എന്ന് പറയുമ്പോൾ 10,000 രൂപ കൊടുക്കണം. ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു വാർഡിൽ 2-3 ആളുകൾ വന്നിട്ടുണ്ട്. അവർ പാലക്കാട് ജില്ലാ കളക്ടറേറ്റിൽ പോയിട്ട് അവർ അടച്ചിട്ടുമുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ നിർമ്മാണ ചെലവുള്ള വീട്, അഥവാ ഇന്ന് ഏത് വീടിനാണ് ഒരു 600-700 സ്ക്വയർ ഫീറ്റ് വീട് തന്നെ നല്ല ലെവലിൽ പണിത് തീർക്കണം എന്നുണ്ടെങ്കിൽ, ലൈഫ് മിഷൻ അല്ല കേട്ടോ ഉദ്ദേശിച്ചത്, അത് 4 ലക്ഷം അവർ തരുള്ളൂ. എന്നാലും അതിന് ഏകദേശം ഒരു വീട് സുന്ദരമായിട്ട് കുഴപ്പമില്ലാത്ത ലെവലിൽ ഉഷാറാക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോലും 10 ലക്ഷം ആവും. അപ്പോൾ ഈ ഒരു സംഭവം, അഥവാ 10 ലക്ഷം രൂപ നമ്മളൊരു വീട്ടിൽ ഇറക്കി കഴിഞ്ഞാൽ ആ വീടിന് 1% സെസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ 10,000 രൂപ കൊടുക്കേണ്ടി വരും. ഏത് സാധാരണക്കാരനും ഇതിൽ കുടുങ്ങും. അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ എന്താ പറയുക, 2 ലക്ഷത്തിൻ്റെയും 3 ലക്ഷത്തിൻ്റെയും വീട്, ചെറിയ കുടിൽ പോലത്തെ വീട് വെച്ച് താമസിക്കേണ്ട ഒരു ആളുകൾ. ഈ വീഡിയോൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ഞാൻ മൂരിയാണ്, ഞാൻ കൊങ്ങിയാണ്, ഞാൻ സംഖ്യയാണ്, ഞാൻ എനിക്ക് എന്ത് പണ്ടാറാണെങ്കിലും ശരി, ചില കാര്യങ്ങൾ നമ്മൾ പറയാതെ പിന്നോട്ട് വെച്ചിട്ട് കാര്യമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 10 ലക്ഷം രൂപയുടെ താഴെ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ആ വീട് അത്രയും മോശമായിരിക്കണം. കാരണം ഇന്ന് നിർമ്മാണ സാമഗ്രികളുടെ വിലകൾ അത്രത്തോളം ഉണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കിയോ, ഇതിൻ്റെ പേരിൽ ഇനി എന്ത് ക്രൂശിക്കപ്പെട്ടാലും എന്ത് കമൻറ്റ് വന്നാലും ശരി, അത് നേരിടാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ ഏത് പാർട്ടിയുടെ കൂടി പിടിച്ചാലും ശരി, ആ പാർട്ടി അല്ലെങ്കിൽ നിങ്ങളെ ഭരിക്കുന്ന പാർട്ടിക്കാർ എന്ത് ചെയ്താലും അതിന് അനുകൂലിക്കല്ലേ വേണ്ടത്. അത് പാർട്ടിക്കകത്തുനിന്ന് ആദ്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തണം. നിങ്ങളൊന്ന് ആലോചിക്കുക, 10,000 രൂപ ഒരു സാധാരണക്കാരന് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ ചിലവാക്കി ഒരു വീട് വെക്കുന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തിട്ടായിരിക്കും, കടം വാങ്ങിയിട്ടായിരിക്കും, ഭാര്യയുടെ കെട്ടുതാലി വരെ കൊണ്ടുപോയിട്ടായിരിക്കും വീട് വെക്കുക. അതൊരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിൻ്റെ ഇടയിൽ 10,000 കൊണ്ട് കടക്കൽ കത്തി വെക്കണ ഈ ഒരു സംവിധാനം ഗവൺമെൻറ് നിർത്തിവെക്കണം. പലതരത്തിലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, പല ആളുകളും ഇതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇടും അങ്കെ എങ്കെ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞു 10,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹം എടുത്ത ലോണിൻ്റെ മാസത്തിൽ 2 ഗഡു അടക്കാം, 2 മാസം 2 ഗഡു അടക്കാം. ഇതാണ് സർക്കാരിന് വെറുതെ കൊണ്ടുപോയി 10,000 രൂപ കൊടുക്കണം. നിങ്ങളൊന്ന് ആലോചിക്കുക, എത്രത്തോളം ജനങ്ങൾ ഇത് കാണുന്ന ജനങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ ചിലവ് കൊണ്ട് അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ പൈസ കൊണ്ടാണ് സർക്കാർ ജീവിക്കുന്നത്. ഇനി സർക്കാരിന് ഫണ്ടില്ല അല്ലെങ്കിൽ സർക്കാരിന് വിഷയങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, മുൻകഴിഞ്ഞ MLA അവർക്ക് കൊടുക്കണ പെൻഷൻ ഒഴിവാക്കണം, മുൻകഴിഞ്ഞ മന്ത്രിമാർ അവർക്ക് കൊടുക്കണ പെൻഷൻ ഒഴിവാക്കണം. കാരണം ഒരു ജനപ്രതിനിധി പറഞ്ഞാൽ അദ്ദേഹം ലൈം ലൈറ്റിൽ നിൽക്കുന്ന സമയത്ത്, ലൈവായിട്ട് നിൽക്കുന്ന സമയത്ത് കൊടുക്കുള്ളൂ ഈ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ. അത് കഴിഞ്ഞവരൊക്കെ എന്തിനാ കൊടുക്കണം? അത് കഴിഞ്ഞ ഒരു MLA ഞാനൊക്കെ സെയിമാണ്, അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ബാക്കിൽ ഒരു XMLA വരും, അത്രയേ ഉള്ളൂ. ഇത്രത്തോളം കോടിക്കണക്കിന് രൂപ ഒരു കാര്യവുമില്ലാതെ നമ്മുടെ നാട്ടിൽ മുൻകഴിഞ്ഞ MP-മാർക്കും MLA-മാർക്കും പെൻഷൻ കൊടുത്തിട്ട് തീർക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്രമാർ MP-മാരും MLA-മാരും കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ. അതൊക്കെ മാത്രം നിർത്തലാക്കി കഴിഞ്ഞാൽ കോടാനക്കോടി രൂപ നമ്മളെ ഖജനാവിന് കിട്ടും. ഇവിടെ കടമില്ലാതാക്കാൻ പറ്റും സർക്കാരിൻ്റെ. അല്ലാതെ ഇത് പാവപ്പെട്ടവന് വീട് വെക്കുമ്പോൾ അതിൻ്റെ കൗത്തിൽ കൊണ്ടുപോയി കത്തി വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിർമ്മാണ ചെലവ് കൂട്ടുക. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപയാണ് അനധികൃതമായിട്ട് സർക്കാരുകൾ പിരിച്ചുണ്ടാക്കുന്നത് നമ്മളെ ഭാഗത്തുനിന്ന്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കെതിരെ പറഞ്ഞാൽ നമ്മൾ കുടുങ്ങി. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പാർട്ടിക്കെതിരെ പറഞ്ഞാൽ നമ്മൾ കുടുങ്ങി, നമ്മളെ വീട്ടിൽ കൊടികുത്തും, അല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യും, നമ്മളെ ബാൻ ചെയ്യും, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കാരണം നമ്മുടെ ചെലവ് കൊണ്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് ജീവിച്ചു പോകുന്ന ലെവലിലാണ്. ഇത് നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു വീട് വെച്ച് ഉദ്ഘാടനം കഴിഞ്ഞ് കുടിയിരിക്കൽ കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളും എൻ്റെ രേഖയും നിർമ്മാണ ചെലവൊക്കെ കൊണ്ടുപോയിട്ട് പഞ്ചായത്തിൽ കൊണ്ടുകഴിഞ്ഞാൽ 10,000 ഇങ്ങോട്ട് കിട്ടുന്ന ഒരു സംവിധാനമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അതാണ് സർക്കാരുകൾ, അങ്ങനെ ആയിരിക്കണം സർക്കാരുകൾ. ഇപ്പോൾ ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. ഒരുപാട് ജനദ്രോഹ നയങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. മനസ്സിലായി. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പൊട്ടി പാളിസായി. അതിന് കാരണം നോക്കി നടക്കുകയാണ് പാർട്ടി. ഇതൊക്കെ തന്നെയാണ് കാരണം. അപ്പോൾ ഇതൊന്നും ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം പറഞ്ഞത് കൊണ്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, പാവപ്പെട്ടവൻ്റെ കൗത്തിൽ കത്തിവെച്ച് കഴിഞ്ഞാൽ അവരത് പ്രതികരിക്കും പലതരത്തിൽ. പ്രത്യേകിച്ച് ജനങ്ങൾ രാഷ്ട്രീയക്കാരോടും ഗവൺമെൻറ്റിനോടും പ്രതികരിക്കുക വോട്ടിംഗ് ലെവലിലാണ്. അപ്പോൾ നിങ്ങൾ നല്ല ലെവലിൽ ചിന്തിക്കുക, പാവപ്പെട്ടവരെ ബുദ്ധിമുട്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങൾ പറയാൻ ഒരു പേടിയും വേണ്ട, ഭയം വേണ്ട. നമ്മളെന്തിനാ, നമ്മുടെ നാട്ടിൽ ഈ ഇത് കൊടുത്ത് ജീവിക്കുന്ന ആളുകളല്ലേ, എന്തിനാ നമ്മൾ പേടിക്കണത്? അപ്പോൾ നല്ലത് ചിന്തിക്കുക, നല്ലത് മാത്രം വരിക. സർക്കാരുകളെ പാവപ്പെട്ടവരെ കൊല്ലാതിരിക്കൂ പ്ലീസ്. ബൈ.